നമസ്കാരം. 2025-ൽ വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത്. ഏകദേശം 65.5% വർധനവ്. 2024-ൽ ആഗോള വിപണിയിൽ $2,624 ക്ലോസ് ചെയ്ത സ്വർണം 2025 അവസാനത്തോടെ $4,344 കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ ആവശ്യം, നിലവിലുള്ള ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, പണപ്പെരുപ്പത്തിന് എതിരായ നിക്ഷേപം, സാമ്പത്തിക അസ്ഥിരതകൾക്കിടയിലെ നിക്ഷേപ താൽപര്യം എന്നിവയെല്ലാം ഈ കുതിപ്പിന് കാരണമായി. ആഗോള വിപണിയുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില കത്തിക്കയറി. ജനുവരിയിൽ 50,000, അതായത് 56,000 മാത്രമായിരുന്ന വില ഡിസംബർ 23-ഓടെ 1,00,000 തൊട്ടു. എന്നാൽ വർഷാവസാനം വില ആശ്വാസം നൽകിക്കൊണ്ട് സ്വർണ്ണവില ഇടിയുകയാണ്. ഇന്നും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. നിരക്ക് വിശദമായി പരിശോധിച്ചാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് തൊട്ടത്. ആദ്യമായി വില 1,440,000 എന്നാൽ പിന്നീട് നേരിട്ടത് വൻ വീഴ്ചയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച മാത്രം 4 തവണയാണ് വില ഇടിഞ്ഞത്. ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 280 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഗ്രാം വില 12,485 രൂപയായി. പവന് 2,240 രൂപ കൂപ്പുകുത്തി 99,880 രൂപയായി. 18 കാരറ്റ് സ്വർണ്ണവില 10,365 രൂപയുമാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് പവന് 99,640 രൂപയാണ്. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 12,455 രൂപയിലായി എത്തി നിൽക്കുന്നു. അതേസമയം വെള്ളി വിലയിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഗ്രാമിന് 243 രൂപയാണ് വില. തുടർച്ചയായ 2 ദിവസത്തെ ഇടിവിന് ശേഷം ആഗോള സ്വർണ്ണവില ഇന്ന് നേരിയ തോതിൽ ഉയർന്നു. ഔൺസിന് $4,349.55 ഇന്നത്തെ വില. മധ്യേഷ്യയിലെ പ്രതിസന്ധി, US വെൻസുല പ്രശ്നം, സുരക്ഷാ നിക്ഷേപ ആവശ്യം, ഡോളറിന്റെ മൂല്യത്തിലുള്ള ഇടിവ്, ഒപ്പം 2026-ൽ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയും സ്വർണ്ണവില ഉയരാൻ കാരണമായി. വർഷാവസാനം ഗോൾഡ് ETF-കളിൽ നിന്നുള്ള ലാഭമെടുപ്പും വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ഇടിയുന്നുണ്ടെങ്കിലും ഈ കുറവിൽ ഉപഭോക്താക്കൾ അമിത പ്രതീക്ഷ പുലർത്തേണ്ട കാര്യമില്ല എന്ന സൂചനയാണ് സാമ്പത്തിക വിദഗ്ധരും റേറ്റിംഗ് ഏജൻസികളും നൽകുന്നത്. സ്വർണ്ണവില ഇനിയും വച്ചടി ഉയരുമെന്നാണ് പ്രവചനങ്ങൾ. അതേസമയം 2025-ലെ അസാധാരണ കുതിപ്പിനേക്കാൾ ഒരു മിതമായ വേഗത്തിലായിരിക്കും ഈ വളർച്ചയെന്നും വില $5,000 വരെ ഔൺസിന് ഉയരുമെന്നും വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക, JP മോർഗൻ പോലുള്ള സ്ഥാപനങ്ങൾ വർഷാവസാനത്തോടെ $5,000 അതിലേറെ ഉയരത്തിലേക്കോ എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിൽ നിലകളിൽ നിന്ന് 5 മുതൽ 15% വർധനവ് പ്രവചിക്കുന്നുണ്ട്. സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും കേന്ദ്ര ബാങ്ക് വാങ്ങലുകളും സുരക്ഷിത താവളമെന്ന നിലയിലുള്ള ആവശ്യം അത് നിലനിർത്താൻ സ്വർണം $5,000 മറികടന്നേക്കാമെന്നാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 2025-ലെ മുന്നേറ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീവ്ര കുറവായിരിക്കുമെങ്കിലും 2026-ലും സ്വർണ്ണവിലയിൽ തുടർച്ചയായ വളർച്ച ഉണ്ടാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ.